ഞാൻ ഡോക്ടർ ധീരജ്. പ്രമേഹത്തിന് കുറേ നാളുകളായി മരുന്നുകൾ എന്ന് പറയുമ്പോൾ ഗുളികകളാവാം അല്ലെങ്കിൽ ഇൻസുലിനൊക്കെ ഉപയോഗിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ ആയുർവേദ ചികിത്സയിലൂടെ ഈ മരുന്നുകളെല്ലാം എങ്ങനെ നിർത്താം എന്നതിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഇപ്പോൾ പ്രമേഹം നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ജീവിതശൈലി രോഗമാണല്ലേ. നമ്മുടെ ആഹാര രീതിയിൽ വന്നിട്ടുള്ള മാറ്റം കൊണ്ട് നമ്മുടെ ശരീരത്തിലേക്ക് അമിതമായിട്ടുള്ള ഊർജ്ജം എത്തുന്നുണ്ട് ഓരോ ദിവസവും. ഒരു ദിവസം നമ്മുടെ ശരീരത്തിന് പ്രവർത്തിക്കാൻ എന്തോരം ഊർജ്ജം ആവശ്യമാണോ അതിൽ കൂടുതൽ ഊർജ്ജം നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നു. എന്നാൽ ഈ ഊർജ്ജം ഉപയോഗിക്കാൻ പര്യാപ്തമായ ശാരീരിക അധ്വാനം നമുക്കില്ല. നമ്മളുടെ ശാരീരിക അധ്വാനം കുറഞ്ഞാണ് വരുന്നത്. നമ്മൾ പണ്ട് കൃഷിപ്പണി ചെയ്തിരുന്ന ആൾക്കാരാണെങ്കിൽ ഇന്ന് ഇരുന്നുകൊണ്ടുള്ള ജോലികളാണ് ചെയ്യുന്നത്. ഇപ്പോൾ എവിടെയെങ്കിലും പോകാനാണെങ്കിൽ പണ്ട് നമ്മൾ സൈക്കിളിലോ അല്ലെങ്കിൽ നടന്നൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നതെങ്കിൽ ഇന്ന് നമുക്ക് എല്ലാവർക്കും വാഹനങ്ങളുണ്ട്. ഈ രീതിയിൽ നമ്മുടെ ജീവിതശൈലിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ ശരീരത്തിൽ ഓരോ ദിവസവും ഇങ്ങനെ കൂടുതൽ ഊർജ്ജം എത്തുന്നതിന് കാരണമാകും. ഈ ഉപയോഗിക്കാത്ത ഊർജ്ജം ശരീരം എന്ത് ചെയ്യും? ആ ഊർജ്ജത്തെ രൂപമാറ്റം വരുത്തി കൊഴുപ്പായിട്ട് നമ്മളുടെ ശരീരത്തിൽ സൂക്ഷിച്ചു വെക്കും. അതിപ്പോൾ ലിവറിലാണ് അങ്ങനെ കൊഴുപ്പ് സൂക്ഷിക്കുന്നതെങ്കിൽ അത് ഫാറ്റി ലിവർ എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് പോകും. അല്ലെങ്കിൽ നമ്മുടെ വയറിന് ചുറ്റുമായിരിക്കാം. ഇങ്ങനെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന ഈ കൊഴുപ്പ് ശരീരത്തിലെ ഇൻഫ്ലമേഷൻസ്, നീർക്കെട്ടുകൾ ഉണ്ടാക്കുന്നതിന് കാരണമാകും. അതിനോടൊപ്പം തന്നെ ഈ കൊഴുപ്പിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന സെക്രീറ്റ് ചെയ്യുന്ന ചില കെമിക്കൽസ്, ഈ നീർക്കെട്ടും ഈ കെമിക്കൽസും എല്ലാം കൂടി നമ്മളുടെ ശരീരത്തിലുള്ള ഇൻസുലിൻ്റെ പ്രവർത്തനക്ഷമതയെ കുറച്ച് കളയും. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇൻസുലിനാണ് ഗ്ലൂക്കോസിനെ നമ്മളുടെ കോശങ്ങളുടെ ഉള്ളിലേക്ക് കടത്തിവിടുന്നതിന് സഹായിക്കുന്ന ഒരു കീ പോലെയാണ് ഇൻസുലിൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇൻസുലിൻ്റെ പ്രവർത്തനക്ഷമത കുറയുന്നത് കൊണ്ട് എന്ത് പറ്റും? നമ്മളുടെ രക്തത്തിലുള്ള ഗ്ലൂക്കോസിന് നമ്മളുടെ ശരീരകോശങ്ങളുടെ ഉള്ളിലേക്ക് കയറാൻ കഴിയാതിരിക്കുകയും നമ്മുടെ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ്, അതായത് ഷുഗർ കൂടുകയും ചെയ്യുന്നു. അങ്ങനെ പ്രമേഹ രോഗത്തിലേക്ക് പോരുന്നു. ഇനി ഇവിടെ ചികിത്സയിലേക്ക് വന്നു കഴിഞ്ഞാൽ നോക്കൂ, എന്തുകൊണ്ടാണ് നമുക്കിതുണ്ടായത്? അപ്പം ഞാൻ പറഞ്ഞു, ശരീരത്തിൽ നീർക്കെട്ടുണ്ടാകുന്നു, ശരീരത്തിൽ കൊഴുപ്പടിയുന്നു. അപ്പോൾ ആയുർവേദത്തിൽ നമ്മൾ ചെയ്യുന്ന പഞ്ചകർമ്മ ചികിത്സ അല്ലെങ്കിൽ പഞ്ചകർമ്മയുടെ മുന്നോടിയായിട്ട് നമ്മൾ ചെയ്യുന്ന ചില ചികിത്സാ രീതികൾ, ഇപ്പം ഉദ്വർത്തനം പോലുള്ള ചികിത്സ, പൗഡർ മസാജ്, അതിനോടൊപ്പം തന്നെ കഷായം കൊണ്ട് ചെയ്യുന്ന ധാരകളെല്ലാം ശരീരത്തിൽ ഇങ്ങനെ അടിഞ്ഞുകൂടിയിരിക്കുന്ന കൊഴുപ്പിൻ്റെ അളവ് കുറയ്ക്കുന്നതിനും ആ ഉണ്ടാക്കിയിട്ടുള്ള ഇൻഫ്ലമേഷൻ, നീർക്കെട്ട് കുറയ്ക്കുന്നതിനും സഹായിക്കും. അതിനോടൊപ്പം തന്നെ നമ്മളുടെ ജീവിതശൈലിയിൽ നമ്മൾ കൃത്യമായ മാറ്റം കൊണ്ടുവരിക. അതായത് ആഹാര രീതി ക്രമീകരിക്കുക, കൃത്യമായിട്ടുള്ള വ്യായാമം ചെയ്യുക, അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഉറക്കം, സ്ട്രെസ്സുള്ള ആളുകളാണെങ്കിൽ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുക. ഈ രീതിയിൽ നമ്മൾ ജീവിതശൈലിയിലും മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് കൊണ്ട് എന്ത് പറ്റും? പൂർണ്ണമായിട്ടും നമ്മളുടെ പ്രമേഹം മരുന്നുകൾ നിർത്താൻ പറ്റും. അങ്ങനെ പ്രമേഹത്തെ കൃത്യമായി മരുന്നുകളില്ലാതെ തന്നെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ പറ്റും. അവിടെ ആയുർവേദ മരുന്നുകളും കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മൾ പൂർണ്ണമായും നിർത്തുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഒരു 3 മാസത്തിലും 6 മാസത്തിലും നിങ്ങളുടെ HbA1cയും ഷുഗർ ലെവലും ഒക്കെ ടെസ്റ്റ് ചെയ്ത് അത് കൺട്രോളിലാണെന്ന് ഉറപ്പുവരുത്തിയാൽ മാത്രം മതി. അവിടെ വേറൊരു മരുന്ന് കഴിക്കേണ്ട ആവശ്യം വരുന്നില്ല. പ്രമേഹം കൊണ്ടുണ്ടാവാൻ സാധ്യതയുള്ള കോംപ്ലിക്കേഷനുകളുണ്ട്. ഇപ്പം അമിത രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഹൃദ്രോഗം പോലുള്ളവയെല്ലാം ഒഴിവാക്കുന്നതിനും നമ്മളുടെ ജീവിത നിലവാരം നല്ല രീതിയിൽ കൂടുന്നതിനും ഈ രീതിയിലുള്ള ആയുർവേദ ചികിത്സകൾ വളരെ സഹായകരമാണ്. അപ്പോൾ ഇതാണ് ആയുർവേദ പ്രമേഹ ചികിത്സയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്.